അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ എൻ ടി വാസുദേവൻ നായർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊട്ര വാർത്തകൾ ഇവിടെ ആരംഭിക്കുന്നു. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് തോമസ് പൊയ്കയിൽ. ദുബൈയിലെ അൽനൂർ പോളിക്ലിനിക്കിലെ സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾ വെളിയം ഗ്രാമപഞ്ചായത്തിൽ ആരൂർക്കോണം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജിത് കുമാർ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ചേർന്ന് നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക്. എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മനുഷ്യനെ മനസ്സിലാക്കുവാനും പരസ്പരം സ്നേഹിക്കാനുമുള്ള ഒരു സന്ദേശമാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ എല്ലാ വർഷവും തൊഴിലുറപ്പ് സൈറ്റുകളിൽ നമ്മൾ ഈ ക്രിസ്മസും പുതുവർഷ ദിനവും ആചരിക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ക്രിസ്മസ് ദിനം നമുക്ക് നൽകുന്നത്. നമ്മൾ തൊഴിലുറപ്പ് സൈറ്റിൽ ഞാനും നിങ്ങളും എല്ലാവരും ഒരു കുടുംബക്കാരെ പോലെ ഇവിടെ ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാം ഒന്നാണ്, ഒരു വീട്ടുകാരാണ്. നമുക്ക് ഇനിയും വരും കാലങ്ങളിലും ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സരം, അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസും ഞാൻ ആശംസിക്കുകയാണ്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിലെ അംഗങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൊല്ലം ബീച്ചിൽ എത്തിച്ചേർന്നപ്പോൾ ബാലസംഘത്തിന്റെ 86ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വെളിയം വില്ലേജ് കാർണിവൽ താന്നിമുക്ക് സാഹിതി ഗ്രന്ഥശാലയിൽ നടന്നു. പ്രശസ്ത കവി കുര്യപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടനയാണ്. ഇതിന് സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജിലോ. തേക്കുവിള മഹാകുടുംബത്തിന്റെ 2ാമത് വാർഷികം ഡിസംബർ 26-ന് കടലാവള ബെഥേൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു ഉത്സവമാക്കുവാൻ ഒരുങ്ങി പൂർവ്വ വിദ്യാർത്ഥികൾ. ജനുവരി 5 ഞായറാഴ്ചയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. വാക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1964 മുതൽ 2024 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്ന വളരെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി 5 നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമസ്കാരം, ഞാൻ സജീവ് വാക്കനാടാണ്. ഒരു ഗ്രാമം, അവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒരു മഹോത്സവത്തിനായി. വാക്കനാട് എന്ന ദേശം എനിക്ക് ഒട്ടും അന്യമല്ല. വാക്കനാടിനടുത്ത് തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം.
വാക്കനാട് വയലും കരീപ്ര വയലും താണ്ടി ജില്ലയിൽ കരീപ്ര ഗ്രാമപഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ വിദ്യാലയമാണ് വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 144 പാരമ്പര്യ വർഷങ്ങളാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.